അമ്മേ അമ്മേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമേ. പക്ഷെ എന്നെ ഉപേക്ഷിച്ച് പോകുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കല്ല അമ്മ. ഞങ്ങൾക്ക് ആരുമില്ല. മോനെ ജഗ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എന്തെങ്കിലും കാരണവശാൽ അമ്മ അയാളോടൊപ്പം പോകുമോന്ന് ആലോചിച്ച് എനിക്ക് ആദ്യമായിട്ട് ഉള്ളിലൊരു പേടി തോന്നുന്നു അമ്മ. നിങ്ങൾക്ക് വേറെ ആരുണ്ടമ്മേ? അമ്മ പോയ എന്റെ ജീവിതത്തിൽ അമ്മ കൂടെ ഇല്ലെങ്കിൽ അതെനിക്ക് താങ്ങാനാവില്ല അമ്മ. മോനെ, നീ ശരിക്കും ഇങ്ങനെയൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്? കൂട്ടുകാരോടൊപ്പം കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ എന്നെയും നിന്റെ അനിയത്തിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഞങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി നീ എത്ര സങ്കടം സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലടാ. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കളികളും സന്തോഷങ്ങളും എല്ലാം നീ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഓരോ കല്ലിലും നിന്റെ കഷ്ടപ്പാടിന്റെ വിയർപ്പുണ്ട്. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നീ മാറ്റിവെച്ച നിന്റെ സന്തോഷത്തിൽ നിന്നുണ്ടായതാണടാ. എന്തുണ്ടായാലും എന്റെ മക്കളെ വിട്ട് അദ്ദേഹം വിളിച്ചാലുടനെ ഈ നാട് വിട്ട് ഞാൻ കൂടെ പോകുന്നു നീ കരുതിയോടാ? നീ എന്റെ ഉള്ളിൽ ജന്മമെടുക്കുന്നത് വരെ അദ്ദേഹമായിരുന്നു എനിക്കെല്ലാം. പക്ഷെ നീ ജനിച്ച ശേഷം നീ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് അദ്ദേഹം. നിന്റെ അമ്മയെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് നയിച്ച് എന്റെ മകനാണ് നീ. നിന്നെ ഉപേക്ഷിച്ച് അങ്ങനെ പോകേണ്ടി വരുന്നൊരു ദിവസം വന്ന അത് ഞാൻ മരിക്കുന്ന ദിവസമായിരിക്കും. ഞങ്ങളെ വിട്ടു പോവല്ല അമ്മ. പൂജ വന്നില്ലേ? അവളെ കുറിച്ചൊന്നും ചോദിക്കല്ലേ. എന്താടാ ഇത്രയും ദിവസം ആ തേത്തൊക്കെ കാണാൻ കാത്തിരുന്നതേ അയാളെയാ. എന്താടാ നീ പറയുന്നേ? സത്യമാണോ? അതെ അമ്മേ, അയാളാണെന്ന് അറിഞ്ഞ ഉടനെ കാറിൽ നിന്ന് എടുത്തു ചാടിയ ഒരു ഒറ്റ ഓട്ടായിരുന്നു. എന്താ നീ പറയുന്നേ? ആ വീട്ടിലേക്കോ? ആ, ഇനി ഒരു തവണയും കൂടെ അവൾ അവിടെ പോയി വിളിച്ചോണ്ടരാൻ ദയവ് ചെയ്ത് എന്നോട് പറയല്ലേ അമ്മേ. ആ കുട്ടി വീണ്ടും ആ വീട്ടിലേക്ക് പോയോ? ഇപ്പൊ എന്താണോ, ഏതവസ്ഥയിലാണോ? ശോഭാചന്ദ്ര മേഡം അന്ന് പൂർണ്ണ ഗർഭിണിയാണ്. കാര്യം അറിയാതെയാണ് ഞാൻ ആ ഫാക്ടറി തീവച്ച് നശിപ്പിച്ചത്. ഇതാണ് നിന്നെ കണ്ടെടുത്തപ്പോ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ചിലങ്ക ശോഭാചന്ദ്രയുടെ അല്ലേ? എന്നെ അവർക്ക് കിട്ടിയപ്പോ എന്റെ കൂടെ ശോഭാചന്ദ്ര മേഡത്തിന്റെ ചെലങ്കയും ഷോളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ്. ഒരുപക്ഷെ ആരെങ്കിലും ഭയന്ന് അവര് ഫാക്ടറിയിലേക്ക് ഓടിക്കയറിയപ്പോ എന്നെ കിട്ടിയത് ശോഭാചന്ദ്ര മേഡത്തിന്റെ ഫാക്ടറിയുടെ അടുത്ത് നിന്നാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ ശോഭാ മേഡത്തിന്റെ ആയിരുന്നു. എന്റെ ഗുരു പറഞ്ഞ ഓരോ വാക്കും ആ അമ്മയെ പറ്റിയാണ്. ആ അമ്മയ്ക്കും എനിക്കും തമ്മിൽ എന്താ ബന്ധം? ശോഭാ മേഡത്തിന്റെ സാധനങ്ങളൊക്കെ എങ്ങനെ എന്റെ അടുത്ത് വന്നത്? ആ ഫാക്ടറിയിൽ ഞാൻ എങ്ങനെ എത്തിയത്? ആരായിരിക്കും എന്നെ അവിടെ ഉപേക്ഷിച്ചത്?
നിക്കവിടെ. നിക്കണേ അവിടെ. നിൽക്കാൻ. നിൽക്കാൻ. അയ്യോ, ചോര. ആരെങ്കിലും ഒന്ന് ആംബുലൻസ് വിളിക്കാൻ. നല്ലോണം അപകടം പറ്റിയിട്ടുണ്ട്. അയ്യോ, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആരെങ്കിലും ഒന്ന് സഹായിക്ക്. ഒരാള് ജീവന് വേണ്ടി പെടയുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ? ഇങ്ങനൊരു സമയത്ത് പോലും മനുഷ്യർ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? നിർത്ത്, നിർത്ത്, പ്ലീസ്. വണ്ടി ഒന്ന് നിർത്ത്. ഒന്ന് വേഗം പോണേ. ആൾക്ക് തീരെ വയ്യാൻ തോന്നുന്നു. ഒരുപാട് രക്തം പോകുന്നു. അയ്യോ, നിങ്ങൾക്കൊന്നും പറ്റില്ല, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ചേട്ടാ, ഒന്ന് വേഗം പോ. നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തും. സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? പറയടി, പറയാൻ. സത്യം പറയടി. നിന്നെ കൊല്ലാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ നീ എന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ഇത്രയും നല്ല മനസ്സ് ആർക്കൊണ്ട് മോളെ? അവരെ പോലെയാ നീ. അമ്മയ്ക്കുള്ളത് പോലെ നിനക്കും അതേ നല്ല മനസ്സാണുള്ളത്. അമ്മ
അമ്മേ, നമ്മുടെ കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്നു. അത് അടച്ചുപൂട്ടാൻ പോവാണെന്നും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാ ഞങ്ങളുടെ കുടുംബം എല്ലാം പട്ടിണിയിലാവും അമ്മേ. നിങ്ങളുടെ കുടുംബവും എന്റെ കുടുംബവും ഒന്നാണ്. അതെന്തായാലും അടച്ചുപൂട്ടില്ല. എനിക്ക് നഷ്ടം വന്നാലും സാരമില്ല. മറ്റുള്ളവർക്ക് നഷ്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്ന അമ്മയുടെ അതേ സ്വഭാവമാ നിനക്കും. ഏതമ്മയുടെ സ്വഭാവം എനിക്ക്? ആരാ എന്റെ അമ്മ? നിങ്ങൾക്ക് അറിയോ? പറയൂ. ശോഭാചന്ദ്രയുടെ ചിലങ്കയും ഷാളും നിന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അത് വെച്ചത് ശോഭാചന്ദ്രനായിരിക്കും. അവര് തന്നെയാണ് നിന്റെ അമ്മ. ശോഭാചന്ദ്ര മാഡം എന്റെ അമ്മയാണെന്നോ? അതെ മോളെ. ആ ദിവസം ഫാക്ടറി കത്തിയപ്പോ എന്നെ രക്ഷിക്കാൻ മറ്റു മാർഗമില്ലാതെ അമ്മ ചെയ്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മയ്ക്കുള്ളിൽ വെച്ച് എന്നെ പുറത്തേക്ക് എറിഞ്ഞു മോളെ. എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരും സ്വാമി. ഞാനൊന്ന് കണ്ടതാണ് മോളെ. ആ ബൊമ്മയ്ക്കുള്ളിൽ നിന്നോടൊപ്പം ചിലങ്കയും ഷാളും ഉണ്ടായിരുന്നു മോളെ. നിന്നെയും കൊല്ലാൻ ആ ദിവസം ഞാൻ ശ്രമിച്ചതാ. അതിനുവേണ്ടി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതാ. പക്ഷെ ഒരു നാഗം നിന്നെ സത്യം പറയണം, ശോഭാചന്ദ്ര മാഡം തന്നെയാണോ എന്റെ അമ്മ? എന്റെ ഗുരുവായി ഞാൻ ഇത്രയും കാലം കണ്ട ആ അമ്മ എനിക്ക്
ജന്മം നൽകിയ അമ്മയാണോ? മരണം എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ എന്തിനാ മോളെ കള്ളം പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ് മോളെ. അവര് തന്നെയാണ് നിന്റെ അമ്മ. നിർത്തൂ, നിർത്തൂ. കൊച്ചമ്മേ, നമ്മുടെ ഫാക്ടറിക്ക് തീ പിടിച്ചു. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫാക്ടറി കത്തിച്ചാമ്പലാവാൻ പോകുന്നമ്മേ. എന്റെ അമ്മ ശോഭാചന്ദ്ര മേഡത്തിന്റെ മരണത്തിന് കാരണം എന്താ കാരണം? എന്താ പറയൂ, കാരണം എന്താ? എന്താണെന്ന് പറയൂ. എന്താ സംഭവിച്ചത്? പറയൂ, ഒന്ന് പറയൂ. ആരാടാ? ഡോക്ടർ സർ, നിങ്ങൾക്കൊന്നും പറ്റില്ല. ഡോക്ടർ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾക്കൊന്നും പറ്റില്ല. ഡോക്ടർ സർ ഇങ്ങോട്ട് നോക്ക്. ശോഭാചന്ദ്ര മേഡം, എന്റെ അമ്മ ശോഭാചന്ദ്ര മേഡം. ദൈവമേ, ഞാൻ ഗുരുവായി കണ്ടിരുന്ന ആ പ്രതിഭ അതെന്റെ അമ്മയാണെന്നോ? എന്റെ അമ്മ. അമ്മേ, എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അമ്മയെ കണ്ടുപിടിച്ച്. ഇത്രയും നാളും എന്റെ ഗുരുനാഥയായിരുന്നു. ആ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ ഇതെന്റെ അമ്മയാ. ഞാൻ അമ്മയുടെ മോളാ. ഈ സന്തോഷം ആരോട് പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. എന്റെ ഗുരുനാഥ തന്നെയാ എന്റെ അമ്മ.